അപ്പോൾ ജോബി, നമ്മളിപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഉള്ള കാര്യമാണ് നോക്കാൻ പോണത്. നമ്മൾ ഫോഴ്സസിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, ഒരു ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഒരു ഒബ്ജക്റ്റിന്റെ മേലുള്ള ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ആക്സിലറേഷനും കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് വെലോസിറ്റിയും പൊസിഷനും ഡിസ്പ്ലേസ്മെന്റും മാറണമെന്ന് നമുക്കറിയണം. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോണം. നമ്മൾ ഫോഴ്സസിനെ പറ്റി ഇപ്പോൾ പഠിക്കാൻ പോണില്ല. നമ്മളിപ്പോഴും കൈനമാറ്റിക്സ് ആണ് പഠിക്കുന്നത്. കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മോഷന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണ്, മോഷന്റെ ഒരു വിവരണം. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആവറേജ് ആക്സിലറേഷനെ പറ്റി പഠിച്ചു ഇല്ലേ? എന്തായിരുന്നു ആവറേജ് ആക്സിലറേഷൻ? ആവറേജ് ആക്സിലറേഷനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തത്? എ ആവറേജ് is equal to change in velocity divided by the time interval. ഞാൻ ഒന്നും കൂടെ പറയണ, എന്തുകൊണ്ടാണ് നമുക്കൊരു ആവറേജ് ആക്സിലറേഷനെ പറ്റിയിട്ടോ ഒരു ആവറേജ് ഡിസ്പ്ലേസ്മെന്റിനെ പറ്റിയിട്ടോ പറയാൻ നമുക്ക് ആവശ്യം വരുന്നത്? കാരണം ഒട്ടുമിക്കവാറും സിറ്റുവേഷൻസിൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കില്ല, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒട്ടുമിക്കവാറും സിറ്റുവേഷൻസിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കില്ല, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ആവറേജ് വെലോസിറ്റിനെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ അതേമാതിരി ഒരു ആവറേജ് ആക്സിലറേഷനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോണത്. അപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഈ ആവറേജ് എന്നുള്ള കാര്യം നമുക്ക് മാറ്റാം. എന്നിട്ട് ആ ആക്സിലറേഷനെ ഇതേ ഇക്വേഷൻ വെച്ചിട്ട് ഇങ്ങനെ എഴുതാം: എ ഈസ് ഈക്വൽ ടു delta v by delta t, change in velocity by the time interval for this change in velocity. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ സിറ്റുവേഷൻ ആണ് നമ്മളിപ്പോൾ നോക്കണത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എ ടൈംസ് ഡെൽറ്റ ടി എന്ന് കിട്ടും. ഇനി ഡെൽറ്റ വിനെ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. അപ്പൊ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റിനെ എങ്ങനെ എഴുതാം? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ ഞാൻ ആ ഫൈനൽ വെലോസിറ്റിനെ വി എന്നും ഇനീഷ്യൽ വെലോസിറ്റിനെ യു എന്നും വിളിക്കുകയാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റിനെ ഞാൻ വി എന്നും ഇനീഷ്യൽ വെലോസിറ്റിനെ ഞാൻ യു എന്നും വിളിക്കുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു ആ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ടൈംസ് ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഫൈനൽ ടൈം, അതിനെ ഞാൻ ടി എന്ന് വിളിക്കുന്നു, മൈനസ് ഇനീഷ്യൽ ടൈം, അതിനെ ഞാൻ T0 എന്ന് വിളിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഈ T0 ആണെന്ന് വെക്കുക. അതായത് നമ്മൾ മിക്കവാറും സ്റ്റാർട്ടിംഗ് ടൈം 0 ആയിരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ടൈം. അത് എപ്പോഴും സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നായിരിക്കും. 0 അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റോപ്പ് വാച്ചിനെ റീസെറ്റ് ചെയ്തിട്ട് 0 ആക്കിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് വാച്ച് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ T0നെ ഇനി മുതലെന്നല്ല, മിക്കവാറും നമ്മൾ T0നെ 0 എന്നായിട്ടാണ് എടുക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വന്നിട്ട് v മൈനസ് യു ഇസ് ഇക്വൽ ടു എ ഇൻറ്റു ടി എന്ന് വരും. അപ്പോ ഈ ടി എന്ന് പറയുന്നത് ശരിക്കും ഡെൽറ്റ ടി ആണ്, പക്ഷേ സ്റ്റാർട്ടിംഗ് ടൈം 0 ആയതുകൊണ്ട് ഈ ഡെൽറ്റ ടി ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ്. അതായത് ഫോർ എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ വി ഈസ് ഈക്വൽ ടു, ഈ യുവിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ യു പ്ലസ് എ ടി. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ്. ഓക്കെ, ഇത് നമ്മളൊരു വി വേഴ്സസ് ടി ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇല്ലേ നമ്മുടെ ഒരു വി വേഴ്സസ് ടി ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ ഇത് വി ആക്സിസ്, ഇത് ടൈം ആക്സിസ്. അപ്പൊ y is equal to mx plus c നെ വരയ്ക്കണ മാതിരി ഇവിടെ y-ന് പകരം v, x-ന് പകരം t. അപ്പൊ ഈ ഒരു ഇക്വേഷന്റെ ഗ്രാഫ് എങ്ങനെയിരിക്കും? ഈ y ഇന്റർസെപ്റ്റ് ആണ് u.
അപ്പോൾ ഇതാണ് യു, ഇതിന്റെ സ്ലോപ്പാണ് എ. അപ്പോ എ ഇസ് സ്ലോപ്പ് ഈ ഗ്രാഫിൽ. അപ്പൊ ഇതില് എയുടെ യൂണിറ്റ് എന്താണ്? എന്റെ യൂണിറ്റ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഓക്കെ, അതായത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോ നമ്മുടെ സ്റ്റാർട്ടിംഗ് വെലോസിറ്റി ഇതാണ് കേട്ടോ, യു ആണ്. ഇതാണ്. അപ്പൊ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈം 0 ആണ്. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് 0,u എന്നാണ്. ഇനി നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. അപ്പൊ അതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് t,v ആണെന്ന് വെക്കാം. അപ്പോൾ ആ v ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് v. ഇത് വിനെ ഞാൻ ഇതിന്റെ ആക്സസിന്റെ പേരായിട്ടും ഈ ഒരു ജനറൽ വാല്യൂ ഓഫ് v ആയിട്ടും ഞാൻ എടുക്കുന്നുണ്ട്. അത് സാരില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പോയിന്റ് 0,u, ഈ പോയിന്റ് 0,v ആണ്. ഓക്കെ, ഇനി ഈ സ്റ്റാർട്ടിംഗ് യുവും ഈ ഫൈനൽ വിയും തമ്മിലുള്ള ആവറേജ് വെലോസിറ്റി ഇങ്ങനെ ഇരിക്കുമ്പോൾ, അതായത് നമ്മുടെ വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുമ്പോൾ, നമ്മൾ ഇതിനു മുമ്പ് ഒരു ഇൻസ്റ്റന്റ് വെലോസിറ്റിന്റെ പ്രോബ്ലം ചെയ്തപ്പോൾ ഞാൻ അപ്പോൾ ഇത് പറഞ്ഞിരുന്നു, എന്നാലും ഒന്നും കൂടെ പറയണേ. ഇതേമാതിരി v=u+at ഗ്രാഫിൽ, അതായത് v വന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ, t വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മുടെ വെലോസിറ്റി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ, നമ്മൾ ആ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റി എടുത്തിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ അത് ഇതിന്റെ നടുവിൽ വരും. ഇത് നടുവിൽ, ഈ നടുവിലത്തെ വാല്യൂ എങ്ങനെയാണ് കിട്ടുക? u+v/2. ഓക്കെ, അത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. അതായത് ഇതേമാതിരി v=u+at ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻസിൽ ഈ ഒരു രണ്ട് v വാല്യൂസ് എടുത്താൽ, അതായത് സ്റ്റാർട്ടിംഗ് വാല്യൂ u, ഈ യുവും വിയും തന്നെ എടുക്കണമെന്നില്ല, ഏത് രണ്ട് വെലോസിറ്റി വാല്യൂസ് എടുത്താലും ആ രണ്ട് വാല്യൂസിന്റെ ഇടയിലുള്ള വെലോസിറ്റീസിന്റെ ആവറേജ് എപ്പോഴും ആ സ്റ്റാർട്ടിംഗ് വെലോസിറ്റി പ്ലസ് എൻഡിങ് വെലോസിറ്റി ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, ഇത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. നമുക്കിപ്പോ ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഉണ്ടെന്ന് വെക്കാം. 10, 11, 12 ഇങ്ങനെ 22 വരെ. അപ്പൊ ഇതൊരു 13 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 13, 13 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അത് അങ്ങനെയാണ് ആവറേജ്. പക്ഷെ ഇതേമാതിരി യൂണിഫോമായിട്ട് ഇൻക്രീസ് ചെയ്യണ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇതിന്റെ ആവറേജ് വന്നിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഈ നടുവിലത്തെ ഈ 10ഉം 22ഉം തമ്മിലുള്ള നടുവിലത്തെ നമ്പർ നമുക്ക് എടുത്താൽ മതി. അതായിരിക്കും ആവറേജ്. അതായത് നടുവിലത്തെ നമ്പർ എന്ന് പറയുമ്പോൾ 16 ആണ്. അതായത് അതെങ്ങനെ കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് 32/2 എന്ന് വരും. ഇത് 16. അപ്പോ ഇതേമാതിരി എല്ലാ നമ്പേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ആദ്യത്തെ നമ്പറും ഈ അവസാനത്തെ നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് നടുവിലത്തെ നമ്പർ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നടുവിലത്തെ നമ്പർ കിട്ടും. അതായിരിക്കും ഈ സീക്വൻസിന്റെ ആവറേജ്. കാരണം എന്താണ്? ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ആവറേജ് നമ്പർ പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തരുമ്പോൾ ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ നമ്പേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആവറേജ്. അതന്നെയാണ് ആവറേജിന്റെ അർത്ഥം. അപ്പൊ അത് ഇതിന്റെ ഇങ്ങനെ ഇതേമാതിരി യൂണിഫോമായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് അതിന്റെ നടുവിലായിരിക്കും. കാരണം ഇതിന്റെ നടുവിലത്തെ നമ്പറിന് ഈ അറ്റത്തേക്കും ഒരേ ചായ്വാണ് അല്ലെ? കാരണം അത് നടുവിലല്ലേ. അതുകൊണ്ട് ഈ അറ്റത്തേക്കും ഒരേ ചായ്വാണ്. ഇപ്പോ 10, 11 ഓരോന്നായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന വരും. ഞാനിപ്പോ 10, 12, 14, 16, 18, 22 2 വീതം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ആവറേജും ഇപ്പൊ 1, 2, 3, 4, 5, 6 അല്ലെ? 3, 3, 6 നമ്പേഴ്സ് ഉണ്ട്. ഇതിനെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അപ്പൊ കിട്ടുന്ന ആവറേജും
ഇതേമാതിരി ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കിട്ടുന്ന ആൻസർ തന്നെ ആയിരിക്കും ഇവിടെയും ആവറേജ്. കാരണം എന്താ അറിയോ, ഞാൻ പറഞ്ഞേ നടുവിലത്തെ നമ്പർ ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഒരേ ചായ് വേണം. കാരണം ഈ 16ന്റെ ലെഫ്റ്റ് സൈഡിൽ 3 നമ്പർ ഉണ്ട്, 16ന്റെ 10, 12, 14, 16 ഇതിൽ ഒന്നും കൂടി ഉണ്ട്, 20, 22. ഓക്കെ, 10, 12, 14, 16, 18, 20, 22 ഈ രണ്ടെണ്ണം വെച്ചിട്ടില്ലേ കൂട്ടണത്. അപ്പോ ഈ 16ന്റെ ലെഫ്റ്റ് സൈഡിൽ 3 നമ്പർ, റൈറ്റ് സൈഡിൽ 3 നമ്പർ ഉണ്ട്. അപ്പോൾ ഒരേ ചായ്വാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ആവറേജ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയിപ്പോ 10, 13, 16, 19, 22 അങ്ങനെ ആയാലും ശരി, ഈ നടുവിലത്തെ നമ്പറിൽ ലെഫ്റ്റ് സൈഡിലും 2 നമ്പർ, റൈറ്റ് സൈഡിലും 2 നമ്പർ, അപ്പോഴും ഇതൊരു ആവറേജ് ആണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോ 10, 14, 18 4 വീതം കൂട്ടണം നിൽക്കുക, 22. അപ്പൊ 16 ഇതിൽ വരുന്നില്ലെങ്കിലും 16 ഇതിന്റെ നടുവിൽ വരുന്നുണ്ട് അല്ലേ. 16 പറയുമ്പോൾ ഇവിടെ വരും 16. അപ്പോ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ 2 നമ്പർ, റൈറ്റ് സൈഡിൽ 2 നമ്പർ, ഇവിടെയും ഈ ഇതിന്റെയൊക്കെ ആവറേജ് 16 ആണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു ഫോർമുല വെച്ചിട്ട് തന്നെ ഇത് പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഇതേമാതിരി ഒരു അരിത്മാറ്റിക് പ്രോഗ്രഷൻ ഉണ്ടെന്ന് വെക്കാം. ഒരു അരിത്മാറ്റിക് പ്രോഗ്രഷന്റെ സം എന്താണ്? ഒരു അരിത്മാറ്റിക് പ്രോഗ്രഷന്റെ സം എന്താണ്? അരിത്മാറ്റിക് പ്രോഗ്രഷന്റെ സം എന്താണ്? ദ നമ്പർ, അതൊരു ആ അരിത്മാറ്റിക് പ്രോഗ്രഷൻ ഇല്ലെങ്കിൽ ആ അരിത്മാറ്റിക് പ്രോഗ്രഷനിൽ n നമ്പേഴ്സ് ഉണ്ടെന്ന് വെക്കാം. അപ്പൊ ഇതിന്റെ സം എന്താണ്? n ടൈംസ് ദ ഫസ്റ്റ് നമ്പർ പ്ലസ് ദ ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഒരു അരിത്മാറ്റിക് പ്രോഗ്രഷന്റെ സം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇത് അടുത്ത് തന്നെ പഠിക്കും. അപ്പോൾ n × a+l/2 എന്ന് പറഞ്ഞാൽ അരിത്മാറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് നമ്പർ, l എന്ന് പറയുന്നത് അരിത്മാറ്റിക് പ്രോഗ്രഷന്റെ അവസാനത്തെ നമ്പർ, അതിന്റെ a+l/2 എന്ന് പറഞ്ഞാൽ അതിന്റെ ആവറേജ് ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ആ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്താണത്? അത് s/n ആണ്. ഈ n ഇവിടെ കൊണ്ടുവന്നാലുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ആവറേജ്. അതായത് അരിത്മാറ്റിക് പ്രോഗ്രഷനിലത്തെ എല്ലാ നമ്പേഴ്സിന്റെയും സം എസ് ആണല്ലോ, അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ നമ്പേഴ്സിന്റെ ആവറേജ് ആണ് ഇത് കിട്ടണത്. അതെന്താണത്? അത് ഈ ഫോമിൽ നിന്ന് a+l/2, അതായത് ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2. അതന്നെയാണ് ഞാൻ ഇതൊക്കെ ഇവിടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ഫോർമുലേറ്റ് ആവശ്യമൊന്നുമില്ല. അതല്ലാതെ തന്നെ നമുക്കൊരു ഇൻറ്റ്യൂട്ടീവായിട്ട് ഈ ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും ഡിവൈഡ് ചെയ്താൽ, അതായത് അങ്ങനെയാണ് നടുവിലത്തെ നമ്പർ കണ്ടുപിടിക്കുക. ആ നടുവിലത്തെ നമ്പറാണ് ഇതേമാതിരി ഒരു അരിത്മാറ്റിക് പ്രോഗ്രഷനിൽ ആവറേജ് ആവുക എന്നുള്ളത് നമുക്ക് ഇൻറ്റ്യൂട്ടീവായിട്ട് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഫോർമുല വെച്ചിട്ടാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി തിരിച്ചിതിലേക്ക് വരുമ്പോൾ ഈ v = u+at എന്ന് പറഞ്ഞാല് ഇതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ വെലോസിറ്റി വാല്യൂസ് ഉണ്ടല്ലോ, ഇതേമാതിരി ഒരു അരിത്മാറ്റിക് പ്രോഗ്രഷൻ മാതിരിയാണ്. കാരണം എന്താ അറിയോ, ഓരോ സെക്കൻഡിലും ഇത് യൂണിഫോം ആയിട്ട് വളരുന്ന ഒരു ഗ്രാഫാണ്. അതായത് ഒരേ മാതിരിയാണ് ഈ വെലോസിറ്റി വാല്യൂസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും അതുമാതിരിയാണല്ലോ, ഒരേ മാതിരിയായിട്ട് ഈ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ 2 വെച്ചിട്ട്, ഇവിടെ 3 വെച്ചിട്ട്, ഇവിടെ 4 വെച്ചിട്ട്, ഇവിടെ 1 വെച്ചിട്ട്, അതേമാതിരി ഒരേ മാതിരിയാണ് ഇവിടെ വെലോസിറ്റി വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഇവിടെ v = u+at ഒരു സെക്കൻഡിലുള്ള വെലോസിറ്റി മാറ്റം എന്താണ്? ഒരു സെക്കൻഡിലുള്ള വെലോസിറ്റി മാറ്റം v = u+a ആണ് അല്ലെ. t = 1 എന്നിട്ടാല് t എന്ന് പറയുന്നത് Δt ആണ് ശരിക്കും കേട്ടോ, ഒരു ടൈം ഇന്റർവൽ ആണെന്ന് മനസ്സിലാക്കുക, ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ ഓരോ സെക്കൻഡിലും ആ സെക്കൻഡ് എവിടെയാലും ശരി, സ്റ്റാർട്ടിങ്ങിൽ 1 സെക്കൻഡ് എടുത്താലോ, നടുവിൽ 1 സെക്കൻഡ് എടുത്താലോ, അവസാനം 1 സെക്കൻഡ് എടുത്താലോ, എവിടെ ആ 1 സെക്കൻഡ് എടുത്താലും വെലോസിറ്റി മാറണത് ഈ a വെച്ചിട്ടാണ്. ഈ a വെച്ചിട്ടാണ് വെലോസിറ്റി മാറണത് ആ സെക്കൻഡ് എവിടെ എടുത്താലും. അപ്പോൾ ഇവിടെയും വെലോസിറ്റി ഒരേമാതിരി ഇതിൽ ഈ അരിത്മാറ്റിക് പ്രോഗ്രഷനിലുമാതിരി ഈ ഇങ്ങനെ ഒരേമാതിരി ഇൻക്രീസ് ചെയ്യുന്ന മാതിരി ഇവിടെ ഈ സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ നമ്മുടെ വെലോസിറ്റി ഒരേമാതിരിയാണ് ഇൻക്രീസ് ചെയ്യണത്. അപ്പോൾ ഇതേ ലോജിക്ക് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, ഇങ്ങനെ ഒരു യൂണിഫോമായിട്ട് വളരണ വെലോസിറ്റി, അതായത് നമ്മൾ ഇവിടെ v = u+at എന്ന് പറയുമ്പോൾ അത് യൂണിഫോം ആയിട്ട് വളരുന്ന വെലോസിറ്റിയാണ്, ഒരു സ്ട്രെയിറ്റ് ലൈനാണ് v വേഴ്സസ് t ഗ്രാഫ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതേമാതിരിയുള്ളൊരു സിറ്റുവേഷൻ, ഒരു അരിത്മാറ്റിക് പ്രോഗ്രഷന്റെ സിറ്റുവേഷൻ ആണ് ഇവിടെയും. അതുകൊണ്ട് ഇവിടെ നമ്മൾ രണ്ട് വെലോസിറ്റീസ് എടുത്താൽ ആ 2 വെലോസിറ്റീസ് തമ്മിലുള്ള ആവറേജ് എന്ന് പറയുന്നത് ആദ്യത്തെ വെലോസിറ്റിയും അവസാനത്തെ വെലോസിറ്റിയും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് വെലോസിറ്റി കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റിഗറസ് പ്രൂഫ് അല്ല,
അതെന്താ കാരണം? കാരണം ഇവിടെ ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ 10, 11, 12 എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ ഒറ്റപ്പെട്ട നമ്പേഴ്സാണ് അല്ലേ? ഒറ്റപ്പെട്ട നമ്പേഴ്സാണ്, ഡിസ്ക്രീറ്റ് എന്ന് പറയും. ഈ നമ്പേഴ്സ് ഒക്കെ ഡിസ്ക്രീറ്റ് ആണ്. ഈ അരിത്മാറ്റിക് പ്രോഗ്രഷനിലെ നമ്പേഴ്സ് ഒക്കെ ഡിസ്ക്രീറ്റ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് വളരുന്നുണ്ട് ഇല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ഇതേമാതിരി 10, 11 കൂടി എല്ലാം കൂടെ ആഡ് ചെയ്തില്ലേ? എല്ലാം കൂടെ ആഡ് ചെയ്തുവല്ലോ. ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. അതേമാതിരി ഇവിടെ 10, 12 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞല്ലോ. അതേമാതിരി ഇവിടെയൊക്കെ ഞാൻ ആഡ് ചെയ്യാൻ പറഞ്ഞല്ലോ. അതാണല്ലോ നമുക്ക് S/S കിട്ടിയത്. എന്നിട്ട് എസിനെ എന്നോണ്ട് ഡിവൈഡ് ചെയ്യാനിട്ട് അങ്ങനെയല്ലേ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അവിടെ അത് ചെയ്ത മാതിരി നമ്മൾ ഇവിടെ ഈ യുവും വിയും തമ്മിലുള്ള എല്ലാ വെലോസിറ്റിയും വാല്യൂസും കൂടെ ആഡ് ചെയ്യാൻ നോക്കിയാലുണ്ടല്ലോ നമ്മൾ വിവരം അറിയും. എന്താ കാരണം യുവും വിയും തമ്മിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വെലോസിറ്റി വാല്യൂസ് ആണ്. ഇതേമാതിരി ഒറ്റപ്പെട്ട നമ്പേഴ്സ് അല്ല, കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യണ വെലോസിറ്റി ആയതുകൊണ്ട് നമ്മൾ യുവും വിയും തമ്മിലുള്ള എല്ലാ വെലോസിറ്റി വാല്യൂസും എടുത്തിട്ട് ആഡ് ചെയ്യാൻ നോക്കിയാൽ ഞാൻ പറഞ്ഞ മാതിരി വിവരം അറിയും. കാരണം ഇൻഫിനിറ്റ് കിട്ടും. കാരണം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസിനെ ആഡ് ചെയ്താൽ ഇൻഫിനിറ്റ് തന്നെ കിട്ടുള്ളൂ. അപ്പൊ ഇതേമാതിരി കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യണ വെലോസിറ്റീസിനൊക്കെ ആഡ് ചെയ്യാൻ വേറെ സ്പെഷ്യലായിട്ട് അഡീഷൻ ടെക്നിക്ക് നമ്മൾ പഠിക്കേണ്ടി വരും. ആ അഡീഷൻ ടെക്നിക്കിനാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് കാൽക്കുലസിൽ. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഇന്റഗ്രേഷൻ ഉപയോഗിച്ചിട്ട് വേണം ഈ വെലോസിറ്റി വാല്യൂസിനെ എല്ലാം ആഡ് ചെയ്യാൻ. ഒരു യുവും വിയും തമ്മിലുള്ള എല്ലാ വെലോസിറ്റി വാല്യൂസിനെ ആഡ് ചെയ്യാൻ നമ്മൾ ആ സ്പെഷ്യൽ അഡീഷൻ ടെക്നിക്ക്, ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ആ സ്പെഷ്യൽ അഡീഷൻ ടെക്നിക്ക് നമ്മൾ പഠിക്കണം. അപ്പൊ അത് പഠിച്ചാലേ നമ്മുടെ പ്രൂഫ് ശരിക്കും റിഗറസ് പ്രൂഫ് ആവുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രൂഫ് മാതിരി ഒരു സാധനം. ഓക്കെ, എന്തായാലും ഞാൻ ഇപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, അതായത് രണ്ട് വെലോസിറ്റി വാല്യൂസ് എടുത്താൽ ഇതേമാതിരി വെലോസിറ്റി കോൺസ്റ്റന്റ് ആക്സിലറേഷന്റെ സിറ്റുവേഷൻസിൽ, ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷന്റെ സിറ്റുവേഷനിൽ രണ്ട് വെലോസിറ്റി വാല്യൂസിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ആദ്യത്തെ വെലോസിറ്റിയും അവസാനത്തെ വെലോസിറ്റിയും ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് വേറൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ നമ്മുടെ ആവറേജ് വെലോസിറ്റി വി ആവറേജ് ഈസ് ഈക്വൽ ടു, നമ്മളിപ്പോ പഠിച്ചു, യു പ്ലസ് വി ബൈ 2. കോൺസ്റ്റന്റ് ആക്സലറേഷൻ സിറ്റുവേഷനിൽ യു മുതൽ വി വരെ വെലോസിറ്റി മാറുമ്പോൾ, ഇത് യൂണിഫോം ആയിട്ടാണ് മാറുന്നത് കാരണം ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ മാറുമ്പോൾ ഈ യുവും വിയും ഇടയിലുള്ള എല്ലാ വെലോസിറ്റി വാല്യൂസിന്റെ ആവറേജ് ഇങ്ങനെയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയെന്ന് നമ്മൾ പഠിച്ചു. ഇനി വി ആവറേജിന് നമുക്കൊരു, നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ ഡിസ്പ്ലേസ്മെന്റിനെ പറ്റി പഠിച്ചപ്പോൾ, ആവറേജ് വെലോസിറ്റിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഡെൽറ്റ എക്സ്, അതായത് ചേഞ്ച് ഇൻ പൊസിഷൻ, ഈസ് ഈക്വൽ ടു വി ആവറേജ് ടൈംസ് ഡെൽറ്റ ടി എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇത് വെച്ചിട്ടാണ് നമ്മൾ മുഴുവൻ തുടങ്ങിയത്. അപ്പോ ഞാൻ ഈ ഡെൽറ്റ എക്സിനെ എസ് എന്ന് വിളിക്കാൻ പോകും. അതായത് ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ എസ് എന്ന് വിളിക്കാൻ പോകും. സി, ഇതൊക്കെ വെക്ടേഴ്സ് ആണെന്ന് ഓർമ്മിക്കുക. ഞാൻ വെക്ടർ നൊട്ടേഷൻ ഉപയോഗിക്കുന്നില്ല. വി ആവറേജും യുവും വിയും ഈ ഡെൽറ്റ എക്സും എസും ഒക്കെ വെക്ടേഴ്സ് ആണ്. ഇതൊന്നും സ്കെയിലേഴ്സ് അല്ല. ഓക്കെ, ഞാൻ എസ് എന്ന് എഴുതുന്നതുകൊണ്ട് ഇത് സ്കെയർ ആണെന്ന് വിചാരിക്കണ്ട. ഇതെല്ലാം വെക്ടേഴ്സ് ആണ്. പക്ഷെ ഞാൻ ഈ ഡെൽറ്റ എക്സിനെ എസ് എന്ന് വിളിക്കുകയാണ്. അപ്പോ എന്നിട്ട് എസ് ഇസ് ഈക്വൽ ടു വി ആവറേജിന് വരെ ഞാൻ ഈ ഫോമിൽ ഉപയോഗിക്കാൻ പോകണം. യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2. ഞാൻ പറഞ്ഞല്ലോ ഡെൽറ്റ ടീനെ നമ്മളിപ്പോ ടി എന്നാണ് വിളിക്കുന്നത്. കാരണം നമ്മുടെ സ്റ്റാർട്ടിംഗ് ടൈം 0 ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഡെൽറ്റ ടീനെ ടി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2 ടൈംസ് ടി. അപ്പൊ ഞാൻ എന്നിട്ട് ഇതില് യു, വി എന്താണ്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഡിവൈഡഡ് ബൈ 2 ടൈംസ് ടി. ഇത് എക്സ്പാൻഡ് ചെയ്യാം. ഇത് ദിസ് ഇസ് ഈക്വൽ ടു 2u പ്ലസ് എ ടി ഡിവൈഡഡ് ബൈ 2 ടൈംസ് ടി എസ്. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു 2u ഡിവൈഡഡ് ബൈ 2 പ്ലസ് എ ടി ടൈംസ് ടി, എ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടണത്? എസ് ഇസ് ഈക്വൽ ടു, അവിടെ ഒരു ടി ഉണ്ട് കേട്ടോ. ഈ ടി ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടി ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ടീനെ ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കില്ല. അപ്പൊ 2ut ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇവിടെ എ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ആയി. അപ്പൊ യു ടി പ്ലസ്
ഹാഫ് AT². ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കൈനമാറ്റിക്സ് ഇക്വേഷൻ. അങ്ങനെ രണ്ടാമത്തെ ഒന്നാമത്തെ ഒന്നുമില്ല, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, അപ്പോ S is equal to ut plus half AT² ആണ് കോൺസ്റ്റന്റ് ആക്സിലറേഷന്റെ സിറ്റുവേഷൻസിൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഇക്വേഷനാണ് ഇത്. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇതൊരു ഇത് ടൈമിന്റെ ഒരു ഫംഗ്ഷനാണ്. ടൈം മാറുമ്പോൾ ഈ എസ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഈ എസ് എന്ന് പറയുന്നത് ഒരു ടൈമിന്റെ ഫംഗ്ഷനാണ്. നമ്മൾ V is equal to u plus AT ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞ മാതിരി ഈ S is equal to ut plus half AT² ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. ഇത് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതായത് ആക്സിലറേഷൻ 0 ആണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതൊരു ആക്സിലറേഷൻ 0 ആണെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നത് നമ്മൾ ഇതിനു മുമ്പേ പഠിച്ചു. പക്ഷെ ഈ ഒരു ടേം വരുന്ന കാരണം എസിന്റെ ഗ്രാഫ് ടി വെച്ചിട്ട് വരയ്ക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. അതെങ്ങനെ ഇരിക്കും? ഇത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇത് ടി, ഇത് എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, പൊസിഷൻ അല്ല കേട്ടോ. എസ് ഇസ് നോട്ട് പൊസിഷൻ, ഇറ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റിന്റെ ഗ്രാഫ് ഇതെങ്ങനെ ഇരിക്കും? ഈ ഒരു കേർവിനെ പാരബോള എന്ന് പറയും. പാരബോള ഇതേമാതിരി ഒരു ക്വാഡ്രാറ്റിക് ഒരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ഇതേമാതിരി ut പ്ലസ് ഹാഫ് AT² വല്ല കോൺസ്റ്റന്റ് ഒക്കെ വരാം. ഓക്കെ, ഇപ്പോ AT² പ്ലസ് BT പ്ലസ് C അങ്ങനെ ഒരു ഫോം വരുന്ന ഒരു ഇക്വേഷനെ നമ്മളതിനെ പാരബോള എന്ന് പറയും. ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് പാരബോള, ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് പാരബോള ഫോം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഇപ്പൊ y is equal to f of x ഒരു പാരബോളന്റെ സ്റ്റാൻഡേർഡ് ഫോം ഇങ്ങനെയാണ്. y is equal to ax². ഈ a ആക്സലറേഷൻ അല്ല, വേറൊരു കോൺസ്റ്റന്റ് കേട്ടോ. ഈ y is equal to ax² ആണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ പാരബോള. പക്ഷെ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ പാരബോളനെ നമുക്ക് ഇതേമാതിരി ഒരു പാരബോള ആയിട്ട് മാറ്റാം, അല്ലെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവരാം. നമുക്ക് ഈ ടീന്റെ ഒരു ടീനെയും എസിനെയും ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട്, അതായത് ടീന് വരും T' എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യും. ആ T' ഈ ടീം തമ്മിൽ ഒരു കോൺസ്റ്റന്റ് നമ്പർ വെച്ചിട്ട് ഷിഫ്റ്റ് ആയിരിക്കും. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല, വെറുതെ നിങ്ങൾ കൺഫ്യൂസ് ഉണ്ട് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ടീനെ ഒരു T' വേരിയബിൾ ആക്കിയിട്ട് മാറ്റിയിട്ട് അതേമാതിരി എസിനെ ഒരു S' വേരിയബിൾ ആക്കിയിട്ട് മാറ്റിയാൽ ഈ ഒരു ഇക്വേഷൻ വന്നിട്ട് S' is equal to സം കോൺസ്റ്റന്റ് സേ k into T'² എന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, k into some T'². ഈ T'-ഉം Tയും തമ്മിൽ ഒരു കോൺസ്റ്റന്റിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതേമാതിരി S'-ഉം എസും തമ്മിൽ ഒരു കോൺസ്റ്റന്റിന്റെ പ്ലസ് ഓർ മൈനസ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതേമാതിരി T' വന്നിട്ട് T പ്ലസ് ഓർ മൈനസ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. എന്തായാലും ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ പാരബോള. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ഫോമിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ആക്കി മാറ്റാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും സ്റ്റാൻഡേർഡ് ഫോം ആയാലും ശരി, ഇതേമാതിരിയുള്ള ഫോം ആയാലും ശരി, ഇത് രണ്ടും ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ അതൊരു പാരബോളയാണ്. ഓക്കെ, അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതപ്പോ ഞാൻ ഇവിടെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ഇതുവരെ എന്തൊക്കെയാണ് രണ്ട് ഇക്വേഷൻസ് കൈനമാറ്റിക്സിന് കിട്ടിക്കഴിഞ്ഞു. എന്തൊക്കെയാണത്? V is equal to u plus AT, പിന്നെ S is equal to ut plus half AT². ഇനി ഇതിൽ രണ്ടിലും T ഉണ്ടല്ലേ, നമുക്ക് ഇനിയിപ്പോ ടീനെ എലിമിനേറ്റ് ചെയ്യണമെന്ന് വെക്കാം. അതായത് T ഇല്ലാത്ത ഒരു ഇക്വേഷൻ കിട്ടണം. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഈ V is equal to u plus AT-നെ ഞാൻ അതിന്ന് ടീനെ ഞാൻ കണ്ടുപിടിക്കാൻ പോകണം. അതെന്താണത്? T is equal to ഈ യുവിനെ ലെഫ്റ്റ് സൈഡിൽ എടുത്താൽ V minus u ഡിവൈഡഡ് ബൈ A എന്ന് കിട്ടും ഇല്ലേ? ഈ യുവിനെ ലെഫ്റ്റ് സൈഡിൽ എടുത്തിട്ട് A കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് ടീന് ഒരു ഫോർമുല കിട്ടി, V minus u by A. അപ്പൊ അതിനെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് S is equal to ഇതില് ഒരു T കോമൺ ഫാക്ടറായിട്ട് ഞാൻ വെളിയിൽ എടുക്കുകയാണ്. T into u പ്ലസ് ഹാഫ് AT എന്ന് ഞാൻ എഴുതുകയാണ്. എന്നിട്ട് ഞാൻ ടീന് പകരം ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
വി മൈനസ് യു ബൈ എ ഇൻറ്റു യു പ്ലസ്, അത് യു ആണ് കേട്ടോ, യു പ്ലസ് ഹാഫ് എ ടൈംസ് വി മൈനസ് യു ബൈ എ. അപ്പോൾ എയും എയും ക്യാൻസലായി. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? എസ് ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ ടൈംസ് ഇവിടെ യു പ്ലസ് വി മൈനസ് യു ബൈ ടു. അതായത് എസ് ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ ടൈംസ് യു പ്ലസ് വി ബൈ ടു മൈനസ് യു ബൈ ടു. ദാറ്റ് ഇസ് എസ് ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ. യു മൈനസ് യു ബൈ ടു എന്താണ്? യു ബൈ ടു. അപ്പോൾ ഇതിനെ നമുക്ക് യു പ്ലസ് വി ബൈ ടു എഴുതാം. യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ വി പ്ലസ് യു തന്നെ. അപ്പൊ നമുക്ക് ഇതിനെ എസ് ഇസ് ഈക്വൽ ടു വി പ്ലസ് യു ടൈംസ് വി മൈനസ് യു എന്താണ്? വി സ്ക്വയർഡ് മൈനസ് യു സ്ക്വയർഡ്. വി സ്ക്വയർഡ് മൈനസ് യു സ്ക്വയർഡ് ബൈ 2a എന്ന് കിട്ടും. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ 2a കൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിനെ വി സ്ക്വയർഡ് മൈനസ് യു സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 2as എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കൈനമാറ്റിക്സ് ഇക്വേഷൻ. അപ്പോ ഇത് ഒരു ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ, ഇത് മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും വെച്ചിട്ട് ഇത് നമുക്ക് ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് അല്ല, ഇതൊന്ന് കിട്ടിയതല്ലേ. അപ്പൊ ഇതാണ് the three equations of kinematics. V is equal to u plus at, S is equal to u t plus half at squared, and v squared minus u squared is equal to 2as. ഇതിൽ ടൈം ഇല്ല, ഇതിൽ രണ്ടിലും ടൈം ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോ സിറ്റുവേഷൻസിലും ഇതിലത്തെ ഏതെങ്കിലും ഒരു ഫോമിന്റെ ആവശ്യം വരും. ചിലപ്പോൾ ഇത് ആവശ്യം വരും, ചിലപ്പോൾ ഇത് ആവശ്യം വരും, ചിലപ്പോൾ ഇത് ആവശ്യം വരും. അപ്പൊ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം വെക്ടേഴ്സ് ആണ്. വി വെക്ടറാണ്, യു വെക്ടറാണ്, എ വെക്ടറാണ്, എസ് വെക്ടറാണ്. പിന്നെ ഇവിടെ വന്നിട്ട് വി സ്ക്വയർഡ് ഒരു നമ്പറാണ് കേട്ടോ. ഇതൊരു വെക്ടറായിട്ടല്ല നമ്മൾ കാണേണ്ടത്. വി സ്ക്വയർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ പറ്റി വെക്ടേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, ഇത് ഈ വി സ്ക്വയർഡ് എന്ന് പറയുന്നത് വെക്ടർ അല്ല, ഇതൊരു നമ്പറാണ്, ഒരു സ്കെയിലറാണ്. ഇവിടെയും യു സ്ക്വയർഡ്. അപ്പോ ഇവിടെ എ ഇൻറ്റു എസിനെ തൽക്കാലം ഒരു സ്കെയിലർ ആയിട്ട് കൺസിഡർ ചെയ്യണം. കാരണം ലെഫ്റ്റ് സൈഡിൽ ഒരു സ്കെയിലർ വന്നാൽ റൈറ്റ് സൈഡിലും സ്കെയിലർ തന്നെ വരണം. അപ്പോ ഇതൊരു പ്യുവർ സ്കെയിലർ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇത് ആക്സിലറേഷൻ വെക്ടർ ആണെങ്കിലും എസ് ഒരു വെക്ടർ ആണെങ്കിലും ഇതൊരു പ്രത്യേകതരം പ്രോഡക്റ്റ് ആണ്. അതിനെപ്പറ്റി നമ്മൾ വെക്ടേഴ്സിനെ പറ്റി പഠിക്കും. എന്തായാലും ഈ ഇക്വേഷൻസിൽ മുഴുവൻ സ്കെയിലേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് വി സ്ക്വയർഡ് സ്കെയിലറാണ്, യു സ്ക്വയർഡ് സ്കെയിലറാണ്, ഈ എ ഇൻറ്റു എസ് എന്ന് പറയുന്ന സാധനം സ്കെയിലറാണ്. ഓക്കെ, ഇതൊഴിച്ച് ബാക്കി ഇത് രണ്ടും ഇക്വേഷൻസും വെക്ടർ ഇക്വേഷൻസ് ആണ്. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, വി വെക്ടറാണ്, യു വെക്ടറാണ്, എ വെക്ടറാണ്, അതേമാതിരി എസ് വെക്ടറാണ്. ഇവിടെ ടി സ്കെയിലറാണ്. ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡെൽറ്റ ടി ആണെന്ന് ഓർമ്മിച്ച് വെക്കുക. പിന്നെ എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, പൊസിഷൻ അല്ല. നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ 0 ആണെങ്കിൽ ഈ എസ് തന്നെയാണ് നമ്മുടെ പൊസിഷൻ. പക്ഷെ മിക്കവാറും അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോ നമ്മൾ ഇത്ര ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് വെച്ചിട്ട് കുറെ പ്രോബ്ലംസ് ചെയ്യാൻ നോക്കാം. പിന്നെ നമ്മൾ കോൺസ്റ്റന്റ് ആക്സിലറേഷനിലാണ് ഇത് ചെയ്തതെങ്കിലും നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ് ആക്സിലറേഷൻ തന്നെ ഉപയോഗിക്കുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ അല്ലാത്ത സിറ്റുവേഷൻസ് ഉപയോഗിക്കും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ ആക്സിലറേഷൻ മാറിക്കൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ഇതേമാതിരിയുള്ള ഇക്വേഷൻസ് ആ മൊത്തം മോഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആ മൊത്തമായ ഇക്വേഷനിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുക്കും. അതായത് ആ ചെറിയ ടൈം ഇന്റർവെല്ലിൽ ആക്സിലറേഷൻ മാറാത്ത വിധം നമ്മൾ അങ്ങനെ മുറിച്ചെടുക്കും. അപ്പൊ അങ്ങനെ ചെറിയ ടൈം ഇന്റർവെല്ലിൽ ആക്സിലറേഷൻ വലുതായിട്ട് മാറില്ല എന്ന് വെച്ചാൽ ആ ചെറിയ ടൈം ഇന്റർവെല്ലിൽ നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിക്കാം. കാരണം ആ ചെറിയ ടൈം ഇന്റർവെല്ലിൽ നമുക്ക് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് ആ മൊത്തം മോഷന് നമുക്ക്
ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കാനൊക്കെ നോക്കാം. അതൊക്കെ നമുക്ക് ശരിക്കും ചെയ്യണമെങ്കിൽ അനലിറ്റിക്കലായിട്ട് ചെയ്യാൻ പറ്റിയൊന്നും വരില്ല. ചിലപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ടി വരും. എന്തായാലും ആ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ചെറിയ കഷ്ണങ്ങളിൽ നമുക്ക് ഈ കോൺസ്റ്റന്റ് ആക്സലറേഷൻ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ മൊത്തം ഇക്വേഷൻസ് നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ മുതൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഈ കോൺസ്റ്റന്റ് ആക്സലറേഷൻ സിറ്റുവേഷൻസ് വെച്ചിട്ട് നമുക്ക് കുറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ശരി.